എൻ്റെ സിംഹക്കുട്ടി പ്രേക്ഷകരെ, പുഷ്പ എന്ന സിനിമയുടെ മൂന്നാമത്തെ തിയേറ്റർ റിവ്യൂ. കാരണം ഞാനിത് ഇതിനുള്ള രണ്ട് പാർട്ടും എൻ്റെ അഭിപ്രായങ്ങൾ, അതായത് എന്താണ് നമ്മളെ ഒരു ലെവലിലോട്ട് നമ്മളെ കൊണ്ടെത്തിക്കുന്ന, നമ്മളൊരു മൈൻഡ് ഓഫ് വ്യൂ എത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. മൂന്നാമത്തെ എപ്പിസോഡിൽ തിയേറ്റർ റിവ്യൂ ആണ്. എൻ്റെ ഫീലിങ്സ്, അതായത് ഞാൻ തിയേറ്ററിൽ കണ്ട എൻ്റെയും എൻ്റെ ഫാമിലിയുടെ ഫീലിങ്സാണ് ഞാനിവിടെ പറഞ്ഞത്. പടം തിയേറ്ററിൽ ഞാൻ ഒറ്റയ്ക്കല്ല ഇന്ന് പോയി കണ്ടത്, അപ്രതീക്ഷിതമായിട്ട് പോയതാണ്. ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയിലും അപ്രതീക്ഷിതമായിട്ട് തന്നെയാണ് പോയത്. ഉച്ചയ്ക്ക് പെട്ടെന്ന് തീരുമാനിക്കണം, പടം സഡൻലി നെറ്റിൽ നോക്കുന്നു. ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തെ ധാരാളം തിയേറ്ററുകളുണ്ട്. കളിയിക്കുള്ളിൽ 5 തിയേറ്ററുണ്ട്. 5 തിയേറ്റർ എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലക്സ് 5 ഉണ്ട്. പിന്നെ തൊട്ടടുത്ത് തന്നെ അത് കാളീശ്വരി സരസ്വതി തിയേറ്ററാണ്. കാരണം തിയേറ്ററിൻ്റെ പേരൊക്കെ പറയണത് നിങ്ങൾ അറിയാൻ വേണ്ടി പറയണതാണ്. പിന്നെ കുറച്ചപ്പുറത്ത് തന്നെ IMB തിയേറ്റർ ഉണ്ട്. ഇതൊക്കെ വർഷങ്ങളായിട്ട് റൺ ചെയ്യണതാണ്. കാളീശ്വരി തിയേറ്റർ വേണതിന് മുമ്പേ ഉള്ളതാണ് IMB. ബട്ട് പെർഫോമൻസ് വൈസ് ഇവർ തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട്. പിന്നെ കാട്ടാക്കടയിൽ മൾട്ടിപ്ലക്സ് 7 ഉണ്ട്. അത് ഈ കാളീശ്വരി സരസ്വതി ടീം ഇവിടെ ഇറങ്ങി, ഇവിടെ പടം ഇറക്കി ക്ലിക്കായതിനു ശേഷം അവിടെ തിയേറ്റർ വെച്ചിട്ട് ക്ലിക്കായതിനു ശേഷം അവിടെ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ തിയേറ്റർ ചുറ്റുപട്ട് ധാരാളം ഉണ്ട് കേട്ടോ. പിന്നെ അത് ട്രിവാൻഡ്രത്തോട്ട് പോകുമ്പോൾ അൺബിലീവബിൾ. നമ്മൾ ഒത്തിരി 25 കിലോമീറ്റർ ഉണ്ട്. ഈ ചുറ്റുവട്ടം ഞാൻ പറഞ്ഞാണ്. അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോയതെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് ഇന്ന് പടത്തിന് പോയത് കളിക്കുള്ള കാളീശ്വരി തിയേറ്ററിലാണ്. കാളീശ്വരി സരസ്വതി, അതിൽ സരസ്വതി ഓടി 2 സിനിമ കണ്ടത്. ഉച്ചയ്ക്ക് അപ്രതീക്ഷിതമായിട്ട് തീരുമാനിക്കണം, ഫണ്ട് ട്രേസ് ചെയ്യുന്നു. വളരെ പേടിയോടെ ഈ റിവ്യൂ ഒക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ അല്ലു അർജുൻ്റെ മറ്റ് പടങ്ങളൊക്കെ ഉള്ളതുപോലെ തന്നെ കാണേണ്ടി വരും. പൊതുവേ ഞാൻ അല്ലു അർജുൻ്റെ ഒരു ഫാനല്ല. കാരണം എന്ന് പറഞ്ഞാൽ അല്ലു അർജുൻ്റെ സിനിമകളൊക്കെ തന്നെ ഒരേ പാറ്റേണിൽ പോണത് കൊണ്ട് തന്നെ ഇഷ്ടമാണ്, കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്കൊരു വല്ലാത്തൊരു ക്രെഡിറ്റബിലിറ്റി ഇല്ല. പക്ഷേ മറ്റെല്ലാവർക്കും ഇല്ലാത്തൊരു, പിള്ളേർക്കൊക്കെ ലേഡീസിനൊക്കെ വല്ലാത്തൊരു ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാനിത്തിരി പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് മാർക്കറ്റിംഗ് ലെവലിലും മറ്റെല്ലാ ലെവലിലും ഹീസ് എ വെരി ബെസ്റ്റ് തെന്നിന്ത്യൻ നടനെന്ന് പറയേണ്ടി വരും നമ്മുടെ തെക്കേ ഇന്ത്യയിലെ. കാരണം പുള്ളിയുടെ സിനിമകൾ വല്ലാതെയാണ് ഗ്ലോബലൈസേഷൻ ചെയ്ത് തുടങ്ങിയത് ഈ അടുത്ത കാലത്ത്. സെൽഫായിട്ട് ഇപ്പോൾ നന്നായിട്ട് പോകുന്നത്. അപ്പോൾ പിന്നെ അപ്രതീക്ഷിതമായിട്ട് തിയേറ്ററിൽ പോയി. വളരെ ബോറായിരിക്കും എന്നുള്ള മുൻവിധിയോടുകൂടി. ഇപ്പം ഞാനീ പടമൊക്കെ ഇത്ര കളക്ട് ചെയ്യുമ്പോഴും വീട്ടിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു ഡിഫറൻറ്റ് കാണും, മലയാളിക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. നമ്മളതിൽ ഫണ്ടില്ലാത്തതുകൊണ്ടാണ് ഇന്നലെ വരെ പോകാതിരുന്നത്. ഇന്ന് ഫണ്ട് ഒത്തു വന്നപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ, ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. ഞാൻ എൻ്റെ വൈഫും 13 വയസ്സായ എൻ്റെ കുട്ടിയും കൊണ്ടാണ് പോയത്. മനസ്സിലായോ? ഇപ്പം ഞാനൊരു സിനിമ കണ്ടുകെട്ട് എനിക്ക് ഒരുപാട് അഭിപ്രായങ്ങളുള്ളത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ സിനിമയെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ, എനിക്കിഷ്ടപ്പെട്ടേക്കാളും ഈ പടം ഇഷ്ടപ്പെട്ടത് എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ കുട്ടിക്കുമാണ്. ഇത് ഞാൻ നിങ്ങളുടെ പറയണതെന്ന് വെച്ചാൽ, ഞാൻ ഒന്നുമില്ലെങ്കിലും ഈ മേഖലയോട്ടൊക്കെ ചെറിയ ബന്ധമെങ്കിലും ഉള്ള ആളാണ്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഒരു മൈൻഡ് വേറെയാണ്. പക്ഷെ അവരൊക്കെ ഒരു സാധാ മലയാളികളാണ്, സാധാ മനുഷ്യർ, കുടുംബ ജീവിതമൊക്കെ നയിച്ച് ചെറിയ ജോലിയൊക്കെ ചെയ്ത് ഒരു സാധാ മനുഷ്യർ, നമ്മുടെ നാട്ടിലെ ഒരു സാധാ ആൾക്കാരില്ലേ, അവരെ പോലെ ജീവിക്കുന്നത്. അവർക്ക് ഈ ചിത്രം ഇഷ്ടപ്പെട്ടല്ലോ. എന്നെക്കാളും ഇഷ്ടപ്പെട്ടത് വൈഫിനാണ്. അതിനേക്കാൾ ഇഷ്ടപ്പെട്ടത് എൻ്റെ മകന് 13 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഇത്ര റിവ്യൂ ചെയ്ത് മോശമായത്? നിങ്ങൾ റിവ്യൂ ചെയ്തവരൊന്നും പൈസ വാങ്ങിച്ചിട്ട് കള്ള റിവ്യൂ ചെയ്തെന്നൊന്നും ഞാൻ പറയണില്ല. അത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നു, ഈ റിവ്യൂകളെല്ലാം തെറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പോയത് ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബമായിട്ട് ഞാൻ പോയി സിനിമ കണ്ടു. അവരൊക്കെ അതാ കിടന്ന് ഉറങ്ങുന്നു, ഞാനിതായിരുന്നു ബ്ലോഗ് ചെയ്യുന്നു. ഇപ്പോൾ മണി 4 ആകുമ്പോൾ. അപ്പോൾ ഈ സിനിമ എന്താണ് നമ്മൾക്ക് തരുന്ന കാഴ്ചപ്പാട്? ബോൾ വെക്കുന്നത് സ്പോർട്സോട്ടൊക്കെ ചെറിയ ബന്ധമുണ്ട് കേട്ടോ. ചുമ്മാ ഒരു രസം, അല്ലെങ്കിൽ ഉറക്കം വരും. അതുകൊണ്ടാണ് ഈ ബോൾ. കാരണം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നിങ്ങൾ സംസാരിച്ചുകൊണ്ടല്ലോ. സിനിമ എവിടെ തുടങ്ങുന്നു? സിനിമ വളരെ ഒരു ഇമാജിനേഷൻ ലോകത്തിൽ നിന്നാണ് പടം തുടങ്ങുന്നത്. ആ പടത്തിൻ്റെ സ്റ്റാർട്ടിങ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു ഈ പടം നമ്മളെ കൊല വിളിക്കും. സാധാരണ പുഷ്പ 1 ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ
സാധാരണ മസാല ചിത്രങ്ങളെന്ന് നിങ്ങൾ പറയുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ എൻ്റർടൈൻമെൻറ്റ് സിനിമ എന്നാണ് ഞാൻ അതിനെയൊക്കെ പറയുന്നത്. പുള്ളിയുടെ പടങ്ങളെന്ന് ഞാൻ പുള്ളിയുടെ പല പടങ്ങളെയും മസാല ചിത്രം ഒന്നും പറയാറില്ല. എൻ്റർടൈൻമെൻറ്റ്, കാരണം എൻ്റർടൈൻമെൻറ്റ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ സിനിമ വീണ്ടും വീണ്ടും കാണുന്നത് അല്ലേ. അല്ലാത്ത എത്ര പടത്തിലാണ് കളക്ഷൻ വരുന്നത്? എല്ലാവരും നഷ്ടപ്പെട്ട് എ ഗ്രേഡ് സിനിമ ചെയ്യണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ ചെയ്യണമെന്നാണോ? അങ്ങനെ കാണുമോ? നിങ്ങൾ പോലും മൊബൈലിൽ കാണുന്നതൊക്കെ എനിക്കറിയാം ഏത് സിനിമയാണെന്ന്. നിങ്ങൾ കാണുന്നതൊക്കെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ. നിങ്ങൾക്ക് പിന്നെ തലയ്ക്ക് പ്രഷർ വരുമ്പോഴും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ വളരെ പേഴ്സണലായിട്ടിരുന്ന് കാണുന്ന എല്ലാം ഇതുപോലത്തെ ചിത്രങ്ങൾ തന്നെയാണ്. പകരം നിങ്ങൾ വലിയ സ്റ്റാൻഡേർഡൊന്നും ആരും പറയണ്ട. ആ സ്റ്റാൻഡേർഡ് ഞാനത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ അതാണ് എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ. എൻ്റർടൈൻമെൻറ്റ് സിനിമേൻ്റെ ആളാണ്. അപ്പോൾ പുഷ്പ 1 ഒരു എൻ്റർടൈൻമെൻറ്റ് ചിത്രമാണ്. ഒരു 10-400 കോടി രൂപ കളക്ട് ചെയ്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമ. അതൊരു സിനിമയ്ക്ക് വേണ്ടി ചേരുവകളുണ്ട്. പക്ഷേ പുഷ്പ 2 എന്താണ് വ്യത്യസ്തമാക്കുന്നത്? മലയാളിക്ക് ഇഷ്ടപ്പെട്ടില്ല. 1400 കോടി രൂപ ഓൾറെഡി കളക്ട് ചെയ്ത്. എൻ്റെ കണക്കൂട്ടലിൽ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിൽ 2000 കോടി ക്രോസ് ചെയ്യും ഈ സിനിമ. 2000 കോടി ക്രോസ് ചെയ്യണം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പടത്തെ കുറേ കൂടെ പ്രൊമോട്ട് ചെയ്തുവെങ്കിൽ 4000 കോടി രൂപയിൽ എത്താനൊരു സാധ്യതയുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. ആണെന്ന് പറഞ്ഞാൽ പടം പോകുന്നത് എന്നുള്ളതൊഴിച്ച് ആ പടം ഗ്ലോബലൈസേഷന് വേണ്ടി അവരെന്തൊക്കെ ചെയ്യാമോ അതൊക്കെ അവർ റിസ്ക് എടുത്ത് ചെയ്തിട്ടുണ്ട്. ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നല്ലേ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത്? തിയേറ്ററിൽ പോയാൽ ഒരു 2-2.5-3 മണിക്കൂർ എ സിയിലിരുന്ന് ലക്ഷറി ആയിട്ട് താഴ്ന്ന് നമ്മൾ 10, 200, 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സൊക്കെ നമ്മൾ ഒരുപാട് പ്രഷറിൽ ജീവിക്കണം. നമുക്കൊന്ന് റിലാക്സ് ചെയ്ത് ഇറങ്ങി വരണം അല്ലേ. അതിനൊപ്പം കുറച്ച് കുറച്ച് ചേരുവകൾ, കുറച്ച് ബന്ധങ്ങൾ, കുറച്ച് ഫീലിങ്സും ഒക്കെ കൂടെ കിട്ടി ഇറങ്ങി വരുമ്പോൾ ഒരു തൃപ്തി അല്ലേ. അതല്ലേ ഉദ്ദേശിക്കണേ? അത് ഈ സിനിമയിൽ വേണ്ടുവോളുണ്ട് ബായ്. പിന്നെ എങ്ങനെയാണ് ഈ സിനിമ മോശമായത്? എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ടു, എൻ്റെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ എങ്ങനെ മോശമായി? പടം തുടങ്ങുന്നത് ഇമാജിനേഷനിൽ നിന്ന് തന്നെയാണ്, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ആ ഇമാജിനേഷൻ സീന് കണ്ടു കഴിഞ്ഞാൽ പക്ക പരാജയം എന്ന് തന്നെ പറയും. പക്ഷെ 10 മിനിറ്റ് ആ സീന് കഴിഞ്ഞിട്ട് ഈ കഥാപാത്രം, നമ്മുടെ നായക കഥാപാത്രം ഉണർന്നെണീക്കുന്ന ഒരു സീനുണ്ട്. അവനാ കാണുന്നതൊക്കെ എവിടെയാണ്? സ്വപ്നത്തിൽ കൂടെയാണ്. അവൻ്റെ സ്വപ്നത്തിൽ വരുന്ന മൈൻഡിൽ കൂടെയാണ്. നിങ്ങൾ കിടന്നുറങ്ങി നോക്കൂ. നിങ്ങൾക്ക് സ്വപ്നത്തിൽ എന്ത് വരും? മൈൻഡ് ഓഫ് വ്യൂവിൽ എന്ത് വരും? നിങ്ങൾ എന്താണ് നിങ്ങളുടെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യണത്? അത് ക്രിമിനലാണെങ്കിൽ നിങ്ങളുടെ മൈൻഡൊക്കെ ക്രിമിനലൈസേഷൻ ആയിരിക്കും നിങ്ങളെ റൺ ചെയ്ത് പോകുന്നത്. നിങ്ങളിതൊക്കെ ഒരു കഥ എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വേണ്ടത്. നിങ്ങളൊരു പോസിറ്റീവ് കാര്യങ്ങളാണ് ഇതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വരണതെല്ലാം പോസിറ്റീവ് കാര്യമൊക്കെ ഡ്രീമിൽ. നിങ്ങൾ വല്ലാത്തൊരു സെക്സാണ് നിങ്ങൾ പറഞ്ഞെങ്കിൽ നിങ്ങളുടെ കാരണം നിങ്ങൾ തുറന്നു പറയാണ് അതായിരിക്കും നിങ്ങളെ ഡ്രീമിലോട്ട് പറഞ്ഞത്. പകരം നിങ്ങൾ സ്പോർട്സാണ് പറഞ്ഞെങ്കിൽ അതായിരിക്കും നിങ്ങൾ ഡ്രീം ചെയ്യണത്. നിങ്ങൾ സയൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഡ്രീം ചെയ്യും. നമ്മുടെ യൂണിവേഴ്സിനെ കുറിച്ചാണെങ്കിൽ അത് ഡ്രീം ചെയ്യും. അങ്ങനെ ഡിഫറെൻ്റാണ് നമ്മുടെ ഒരു വീവോ. എന്താണ് നിങ്ങളെ തലയിലോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കണം? നിങ്ങൾ അതിനെക്കുറിച്ച് ഡ്രീം ചെയ്യും. ഇപ്പോൾ ഒരു ഡ്രീം ലോകത്ത് പുള്ളി ഒരു ലോകത്തിരുന്നിട്ട് പുള്ളിയുടെ ഉറക്കത്തിൽ വരുന്ന ഡ്രീം കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യത്തിലോട്ട് തിരിച്ചു വരുന്നുണ്ടെന്നേ. ഉറങ്ങി എണീറ്റ് നമ്മൾ യാഥാർത്ഥ്യത്തിൽ തിരിച്ചു തന്നെ പറഞ്ഞത്. നമ്മൾ അഭിനയിക്കാൻ പഠിക്കുകയില്ലേ? ഫ്രോഡാവാൻ പഠിക്കുകയില്ലേ? പുള്ളി റിട്ടേൺ വരും 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. അവിടെ നിന്നാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യണത്. കഥ ഞാൻ പൊളിച്ചു പറയില്ല. പടം ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒരിക്കലും പൊളിച്ചു പറയില്ല. കഥയുടെ വഴികളിലാണ് ഞാൻ പറയുന്നത്. പടത്തിൽ ഒരിടത്തും ക്ലാഷില്ല, ബോറില്ല. പടം എൻ്റർടൈൻമെൻ്റാണ്. നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും വീട്ടിൽ TV-യിൽ വരുമ്പോഴും മറ്റുമൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് സന്തോഷിക്കാം. അതാണല്ലോ സിനിമ. വലിയ ഗ്ലോബലൈസേഷൻ ചെയ്യുന്ന സിനിമകളൊക്കെ അതാണല്ലോ. എല്ലാവർക്കും അരവിന്ദനും പത്മരാജനും ഭരതനും ഒന്നും ആകാൻ പറ്റില്ല. അവരുടെ സിനിമ അത് വേറെ. അവരെ നമ്മൾ സിനിമയായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത്, അവരെ നമ്മളെ ജീവിതമായിട്ട് കമ്പയർ ചെയ്യണം. ഞാൻ അങ്ങോട്ട് കടക്കണില്ല. ഇങ്ങനെ തുടങ്ങുന്ന സിനിമ ഇവിടെ നിന്ന് മെല്ലെ കയറി എല്ലാവരും റിവ്യൂവിൽ പറഞ്ഞത് നായികയ്ക്ക് എന്തോ ഒരു വലിയൊരു മോഹം വന്ന് നായിക അതിൻ്റെ പുറകെ പോകണമെന്ന്. ഒരിക്കലുമല്ല. എനിക്കൊരു ആഗ്രഹം തോന്നുമ്പോൾ ഞാനത് ഷെയർ ചെയ്യുകയും ഞാനതിന് ശ്രമിക്കുകയും ചെയ്തിട്ട് അവിടെ താങ്കൾ അപമാനിതനായാൽ എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ ഒരു കാര്യത്തിന് പോയിട്ട് നിങ്ങൾ അപമാനിതനാക്കി ഒരു സമൂഹത്തിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ 2 പേരുടെ ഇടയിൽ, ഒന്നിലധികം പേരുടെ ഇടയിൽ ഇറക്കി വിട്ടാൽ നിങ്ങളുടെ മനസ്സിൽ എന്തായിരിക്കും ഉള്ളത്? നിങ്ങളൊരു 1000 കോടി രൂപ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആന്തരികമായ ആ ഫീലിങ്സ്
നിൽക്കോ ഇല്ലേ? ആ ഫീലിങ്സിൽ നിന്നാണ് കഥ ഉടലെടുക്കുന്നത്. അല്ലാതെ ഭാര്യയ്ക്ക് വേണ്ടി നടക്കുന്ന ഒരു പെൺകോന്തനല്ല ഈ കഥാപാത്രമായ പുഷ്പ. ഞാൻ അല്ലു അർജുനെ വിടുന്നു, കഥാപാത്രത്തെക്കുറിച്ചാണ് ഇനി പറയുന്നത്. പുഷ്പ ഭാര്യയുടെ ഒരു ചെറിയൊരു ഇഷ്ടം, എൻ്റെ ഭർത്താവ് ഇത്രയും ഇങ്ങനെയൊക്കെ സെറ്റപ്പാണ്, അതുപോലെ തന്നെ സാമൂഹികമായിട്ടും പുള്ളി ഇങ്ങനെയാണ്, പുള്ളി തറയക്കടയിൽ നിന്ന് വന്നതാണ്, താഴേക്കടയിൽ. അതാണ് ഞാൻ ഈ വരാൻ പോണത്. ആ താഴേക്കടയിൽ പറയുമ്പോൾ പലർക്കും ഇനി ഇവ കലിപ്പ് തുടങ്ങും. അത് കലിച്ചോട്ടെ, നിങ്ങൾ വാ, ഞാനും വെല്ലുവിളിക്കാൻ തയ്യാറൊക്കെ തന്നെയാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ നിന്ന് വരുന്നത് നമുക്ക് മനസ്സിലേൽക്കുന്ന ഒരു വേദനയുണ്ട്, ഒരു ഫീല്. അവിടെയാണ് നമ്മുടെ ആര് പറയണത്, നമ്മുടെ ഡയറക്ടർ സുകുമാർ സ്ക്രിപ്റ്റ് കൊണ്ട് വെന്നിക്കൊടി വാർപ്പിച്ചിരിക്കുന്നത്. പുഷ്പ 1 അയാൾ വെന്നിക്കൊടി വാർപ്പിച്ചത്, പുഷ്പ 2 പുള്ളി വെന്നിക്കൊടി പോയി. കാരണം ഒരു ഫീല് വരണ, മറ്റതൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ലോകം, ഒരു വേൾഡ് വേറെയായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാണ് ഒരു സ്പാർക്ക് വീണത്. കാരണം അപമാനിതനാകുക, അപഹാസ്യനാകുക. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളല്ല 5000 കോടിയുണ്ട്, 5 ലക്ഷം കോടിയുണ്ട്, പക്ഷെ നിങ്ങൾ ഒരു പൊതുസമൂഹത്തിൽ വിട്ട് നിങ്ങൾ അപമാനിതനാക്കിയാൽ നിങ്ങളെ പ്രതികാരം എന്തായിരിക്കും? നിങ്ങളിൽ പൈസയും ഉണ്ട്, ആൾപ്പിടിയുണ്ട്, പൈസ ഉണ്ട്, ആൾപ്പിടിയുണ്ട്, രാഷ്ട്രീയ സ്വാധീനമുണ്ട്, മറ്റെല്ലാ സെറ്റപ്പും ഉണ്ട്. നിങ്ങൾക്കൊരു ഗവൺമെൻറ്റിനെ തന്നെ കയ്യിലെടുക്കാൻ പറ്റും, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്. പിന്നെ നിങ്ങൾ അർമാദിക്കൂലേ? നിങ്ങളിങ്ങനെ ഇളകി മറിയൂലേ? ആ ഇളകി മറിയലാണ് ഈ സിനിമ വായി. ഇല്ലെങ്കിൽ നിങ്ങൾ പറ. അല്ല, ഇളകാതിരിക്കാൻ പറ്റണതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും റിവ്യൂസിനൊക്കെ. അതാണ് ഈ പടം. അത് മലയാളിക്ക് മനസ്സിലാവില്ല. കാരണം 4 ചുവരിനകത്ത് ഇരുന്നു കൊണ്ട് സ്വന്തം സേഫ്റ്റി മാത്രം നോക്കി പൗൾട്രി ഫാമിലെ കോഴികളെ പോലെ പിള്ളേരെ വളർത്തുന്ന, ഒരു ലോകം എന്തെന്നറിയാത്ത, ഒന്നും മൾട്ടിപ്ലൈ ചെയ്യാത്ത ഒരാൾക്കത് മനസ്സിലാവില്ല. ഒന്ന്. രണ്ടാമത്, നമ്മൾ കാണുന്ന കേരള സേഫ്റ്റി ലോകമൊന്നുമല്ല ഇന്ത്യ. ഇറങ്ങി അങ്ങോട്ട് നോക്കണം, ആന്ധ്ര, കർണാടക. 40-30% പേരെ ഭായി നമ്മളെപ്പോലെ സേഫ്റ്റി ആയിട്ട് ജീവിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും നിങ്ങൾ ഈ സിനിമയിൽ കാണുന്ന അവസ്ഥയൊക്കെ തന്നെയാണ്. ഞാനൊരു കിങ്, എൻ്റെ കുറേ അണ്ടറിൽ, എൻ്റെ അണ്ടറിൽ നിൽക്കുന്നവരൊക്കെ പിണിയാളന്മാർ. ഇന്ത്യ എന്ന് മാറിയിട്ടൊന്നുമില്ല. മാറിയെന്നൊക്കെ നിങ്ങൾക്ക് മലയാളിക്ക് തോന്നുന്ന ഒരു തരം റിവ്യൂ ചെയ്ത കുറേ വലിയ ഏമാന്മാരുണ്ടല്ലോ, അവർക്ക് തോന്നുന്ന ഒരു തോന്നല്ല. ഒന്നും മാറിയിട്ടില്ലടാ. വീട്ടിൻ്റെ വെളിയിറങ്ങടാ. നിങ്ങൾ വീട്ടിൻ്റെ വെളിയിറങ്ങി യാത്ര ചെയ്യുക ഇന്ത്യ മുഴുവൻ. എന്നിട്ട് നിങ്ങൾ കാണ്, ആന്ധ്ര, കർണാടക, ഉത്തർപ്രദേശ്, ജമ്മു കാശ്മീർ, ആസാം, ഇങ്ങനെ കിടക്കണ്. കേരളം ഒഴിച്ചിട്ട് 28 സംസ്ഥാനങ്ങൾ, തമിഴ്നാട്. ചുമ്മാ ഞാനിത് 5-6 സംസ്ഥാനം പറഞ്ഞുള്ളൂ. ഇതാരെയും ശ്രദ്ധിക്കുക, രാഷ്ട്രീയപരമായിട്ടും മറ്റാരെയും കുറ്റപ്പെടുത്താനല്ല, ഞാൻ ഇറങ്ങാനാണ് പറയണത്. അവിടെ നടക്കുന്ന കുറേ ഫീലിങ്സ് ഉണ്ട്, അവിടുത്തെ വിശ്വാസങ്ങളുണ്ട്, അവിടുത്തെ ജനങ്ങളുടെ ഫീലിങ്സ് ഉണ്ട്, വിശ്വാസങ്ങൾ. അവരൊക്കെ സാധാരണ മനുഷ്യരാണ് ഭായി. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ ഈ വീട്ടിലിരുന്ന് പഠിത്ത് എല്ലാ സൗകര്യങ്ങളും കിട്ടി CBSE സ്കൂളിലും ICSE സ്കൂളിലും നമ്മളെ സ്റ്റേറ്റ് ഗവൺമെൻറ് പോലും ഇച്ചിരി ബെറ്റർ സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇവിടെയൊക്കെ പഠിച്ചിറങ്ങുന്നവർക്കൊന്നും ഈ ഫീലിങ്സ് മനസ്സിലാവുള്ള. നിങ്ങൾ ആന്ധ്രയുടെ ഇൻസൈഡിൽ പോകണം, ഉത്തർപ്രദേശിൻ്റെ ഇൻസൈഡിൽ പോകണം. അവിടെയൊക്കെ വേറൊരു ലോകം തന്നെയാണുണ്ട്. അതിൽ കൂടെ പറഞ്ഞ പാവം ജനങ്ങൾ ആ ഫീലിങ്സ് എല്ലാം വിടാതെ സ്ക്രിപ്റ്റിൽ കൊണ്ടുവന്ന് പരമാവധി പ്രൊജക്റ്റ് ചെയ്ത് ലോകം മൊത്തവും കാണിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊരു ബിസിനസ് ആകുമ്പോഴും യാഥാർത്ഥ്യം കൂടെ സുകുമാർ വിളിച്ചു പറയുന്നുണ്ട് കേട്ടോ. മനസ്സിലാവാത്തവനാണ് പൊട്ടൻ. പിടികിട്ടിയ ഈ നമ്മുടെ ഈ സാഹചര്യങ്ങളെല്ലാം ലോകം മുഴുവനും ഗ്ലോബലൈസേഷൻ ചെയ്ത് കാണിച്ച് അത് ഇന്ത്യയിൽ പൈസയാക്കി മാറ്റിക്കൊണ്ടുവന്ന് ഇത് മനസ്സിലാകാത്ത 4 ചുവരിനകത്തിരിക്കുന്ന പൗൾട്രി ഫോമിലെ കോഴികളെ എന്ന് തന്നെ ഞാൻ പറയും, കോഴികളെ, പൗൾട്രി ഫോമിലെ നാടൻ കോഴികളല്ല, ഞാൻ ഇപ്പോൾ ഞാൻ ഓരോ എപ്പിസോഡ് വഴി നിങ്ങൾ കണ്ടുവരുമ്പോൾ മനസ്സിലാവും. പൗൾട്രി ഫോമിലെ വെള്ള കോഴികളെ നിങ്ങൾക്ക് മനസ്സിലാവില്ലടാ. അതാണ് ഈ സിനിമ അപ്ഡേറ്റ് ചെയ്യണം. എങ്ങനെയാണ് നമ്മളൊരാളുടെ കീഴിൽ ഇളിഫ്യനായി പോണത്,
ഇളിഫ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ഇളിഫ്യൻ എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഞാൻ ഒരുപാട് കണ്ടു അനുഭവിച്ച ഒരു വിഷയമാണ്. കാരണം ഞാൻ അനുഭവിച്ച പറയില്ല, ഒരുപാട് അതൊന്നും ഞാൻ തുറന്ന് പറയേണ്ട അതല്ല ഇവിടുത്തെ വിഷയം. ഇളിഫ്യനായി പോവും മനുഷ്യർ. ജീവിക്കാനും നിവൃത്തിയില്ലാതെ അടിമയാവുക എന്ന് പറയും. അതിനെ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറയും. കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ വിവരമുള്ളവന് മനസ്സിലാവും കേട്ടോ. ഒന്ന് വായിച്ചു നോക്ക്. ലോകം മൊത്തം കോൺസെൻട്രേഷൻ ക്യാമ്പ് എങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സമൂഹം നമ്മൾ ഇന്ത്യക്കകത്ത് ചുറ്റപ്പെട്ട് കിടപ്പുണ്ട്. അത് പുഷ്പ എന്ന് പറയുന്ന സിനിമ തുറന്ന് കാണിക്കുകയാണ്. ഓപ്പണൈസ് ചെയ്യുക, തുറന്ന് വിടുക. നിങ്ങളെ വീട് രാത്രി സേഫായിട്ട് അടച്ചു വയ്ക്കുമ്പോൾ ആ വാതിലിനുള്ളിൽ എന്ത് നടക്കണമെന്ന് പിന്നെ നിങ്ങൾക്കേ അറിയാവും അല്ലേ. ഇതായത് എൻ്റെ കൈ അടച്ചു, ഈ വാതിൽ ഞാൻ അങ്ങോട്ട് തുറന്നാൽ പിന്നെ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ ഞെട്ടിക്കണതാണെങ്കിലോ, ആ ഞെട്ടിക്കുന്ന കാഴ്ചകൾ ചെന്ന് കാണാത്തവനാണ് അത് മനസ്സിലാവാതെ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞില്ലേ, പൗൾട്രി ഫാമിലെ കോഴികൾ. കണ്ടവർ ഈ പടം ഹിറ്റായി വിദേശത്തൊക്കെ പലയിടത്തും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ഫീലിങ്സാണ് അവൻ കൊണ്ട് വീണ്ടും തിയേറ്ററിൽ പൈസ ഇടണത്. അല്ലാതെ സ്നേഹം കൊണ്ടൊന്നും അല്ല. അല്ലു അർജുനോടുള്ള പ്രേമം കൊണ്ടൊക്കെ സിനിമയ്ക്ക് പൈസ ഇടാൻ നിന്നാൽ 2-4 ദിവസമേ കളക്ഷൻ വരുള്ളൂ. അല്ല, ആ ഫീലിങ്സ് ആ സിനിമയിലുണ്ട്. അവിടെ നിന്നാണ് സിനിമയുടെ കഥ തുടങ്ങണമെന്നാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയുന്നത്. മനസ്സിലാണോ? മനസ്സിലാവുന്നോ? അവിടെയാണ് പടം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പടം പ്രൊമോട്ട് ചെയ്യണത്. അഭിമാനം നഷ്ടപ്പെട്ട് അപമാനിതനായി. അതിന് ഞാൻ നിങ്ങളുടെ അടുത്ത് വളരെ സിമ്പിളായിട്ട് ഒരു 30 സെക്കൻഡ് കൊണ്ടൊരു കഥ പറയാം. നമ്മളെ കേരളത്തിനകത്ത് 1980 കാലഘട്ടത്തിൽ പോലും അടിയാൻ കുടിയാൻ വ്യവസ്ഥയിൽ നിങ്ങൾ താഴ്ന്ന വിഭാഗത്തിലുള്ളവർ മറ്റൊരാളുടെ വീട്ടിൽ നെല്ലോ മറ്റോ കൊണക്കാൻ പോയാൽ അവിടെ വേലക്കാരി പോലും നിങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു കഞ്ഞി എന്ന് പറയുന്ന സാധനം കിട്ടൂ, വേറെ ഒന്നും കിട്ടില്ല. ഒരു 2 രൂപയോ 1 രൂപയോ കിട്ടും കൂലിയായിട്ട്. പിന്നെ കിട്ടണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കഞ്ഞിയാണ്. ഇതിന് വേണ്ടി പിന്നെ വൈകുന്നേരം വരുമ്പോൾ ഒരു പറ, അതായത് ഒരു നാഴി എന്ന് പറയുന്നതാണ് ഒരു പറ. എന്തോ ചിലപ്പോൾ തെറ്റില്ല. ഇതിൽ ഇച്ചിരി നെല്ലും കിട്ടും. ഇത് കൊണ്ടുപോയി കുത്തിയൊക്കെയാണ് വീട്ടിൽ ദാരിദ്ര്യം വരുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളിടത്ത് പോയിട്ട് നിൽക്കുമ്പോൾ അവിടുത്തെ ഇങ്ങനെയുള്ള ഇടത്ത് ജോലിക്ക് പോകുമ്പോൾ അവിടുത്തെ വേലക്കാരി കഞ്ഞി ഒഴിക്കണത് പോലും ഇത്ര നീളമുള്ള തവി, ഇന്ന് നമ്മൾ സ്പൂൺ എന്ന് പറയും, അന്നത്തെ കാലത്ത് തവി എന്ന് തന്നെ പറയും. ഇറ്റ്സ് എ ലോങ് സ്പൂൺ ഒഴിച്ചിട്ട് ദൂരെ നിന്ന് വേലക്കാരി ഇങ്ങനെ ഒഴിച്ചു തരും. അനുഭവിച്ചിട്ടുണ്ടാ? ഉണ്ടോടോ? അനുഭവിക്കണം ബായ്. അനുഭവിച്ചവർക്ക് അത് ഫീലിങ്സ് മനസ്സിലാവും. പുഷ്പ എന്താണ് പറയണതെന്ന്. എൻ്റെ മനുഷ്യ, ആ ഫീലിങ്സാണ് പുഷ്പ. അല്ല അന്തസ്സുള്ള ചങ്കുറപ്പുള്ള ഫീലിങ്സ് അവൻ വിടുവോ? നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചിരിക്കുന്ന 4 ചുട്ട് സ്കൂളിൻ്റെ പുറത്തിറങ്ങാത്ത, വീട്ടിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരണ ഇന്നത്തെ യുവതലമുറയ്ക്ക് റിവ്യൂ പറഞ്ഞ കുറേ സാറുമാരും കുറേ ഉണ്ണാക്കന്മാരും മുടി നീട്ടി വളർത്തിയവന്മാരൊക്കെ ഉണ്ടല്ലോ. ഒരുത്തനും മനസ്സിലാവൂല ഭായി. ആ കഥയാണ് പുഷ്പ പറയുന്നത്. പുഷ്പ പാർട്ട് 1 അവൻ്റെ തുടക്കമായിരുന്നെങ്കിൽ ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഭായി. ഒരു സാധാ മനുഷ്യൻ ഇൻ്റർനാഷണലായ വിടൂ. ഒരു സാധാരണ നിങ്ങളുടെ നാട്ടിലൊരു നാട്ടിൻ പുറത്ത് വലിയ ജമ്മീര താഴെ ഇരിക്കണ, ഏറ്റവും താഴെ ഇരിക്കണ, ഇന്നും ആന്ധ്രയിലും കർണാടകയിലും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലത്തും ഇതുണ്ട് കേട്ടോ, ഗുജറാത്തിലടക്കം. ഇനിയിപ്പോൾ ഇന്ത്യയിലെ പല സംസ്ഥാനത്തിലും ഇപ്പോഴും ഉണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കേരളത്തിലുമുണ്ട്. നിങ്ങൾ ഈ പറയുമ്പോഴത്തേക്ക് ഞാൻ പറയണേ, ഈ പുഷ്പയുടെ ചില കഥാപാത്രങ്ങൾ ഇന്നും കേരളത്തിൻ്റെ പല സ്ഥലത്തും ഉണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ വെല്ലുവിളിക്കാനാണെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. എൻ്റെ അടുത്ത് ഞാൻ വെല്ലുവിളിക്കാൻ വന്നാൽ ഞാൻ തെളിയിച്ചു തരാം. എൻ്റെ നാട്ടിൽ തെളിയിച്ചു തരാം. ഞാൻ അമേരിക്കയിലൊന്നുമല്ല താമസിക്കുന്നത്, ഞാൻ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. ഞാൻ ഇവിടെ തെളിയിച്ചു തരാം, എൻ്റെ നാട്ടിൽ തെളിയിച്ചു തരാം, സ്പോട്ടിൽ തെളിയിച്ചു തരാം. അങ്ങനെ ഒരു കഥാപാത്രമാണ് നമ്മുടെ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ കഥാപാത്രം മൾട്ടിപ്ലൈ ചെയ്തിട്ട് വളരുമ്പോൾ ആരെങ്കിലും വിടുമോ? അപ്പോൾ അവന് വാശിയുണ്ടാവും, ചലഞ്ചിങ് ഉണ്ട്. കാരണം അഭിമാനത്തിനാണ് ക്ഷതമായിട്ടിരിക്കുന്നത്. അവൻ ഗവൺമെൻറ്റിനെ വിലക്കെടുക്കും. 100 കോടി രൂപയാണ് പടത്തിൽ
ഒരു CM ആവാൻ കരുതി ചോദിക്കണത്. അപ്പോൾ നമ്മുടെ പുഷ്പ എന്നുള്ള കഥാപാത്രം 1000 കോടിയാണ് വാഗ്ദാനം ചെയ്യണത്. അതെന്തുകൊണ്ടാണ് ഭായ്? 100 കോടി ചോദിക്കുമ്പോൾ 100 കോടി ഇരിക്കുന്ന 90 കോടി ഒതുക്കാനേ മലയാളി നോക്കുള്ളൂ. ഇടയിൽ ഇല്ലാടാ 90 കോടിയിലല്ല. അവ 1000 കോടി വാഗ്ദാനം ചെയ്യണത് എന്തുകൊണ്ടാണ്? മനുഷ്യ മനസ്സിനേറ്റ മുറിവ് തലമുറകളായി നമുക്കൊരു ബ്രാൻഡിങ് ഇല്ലാതിരിക്കുക. നമുക്ക് ബ്രാൻഡിങ് എന്നുള്ളത് എന്താണ്? അടിസ്ഥാനം. നമ്മൾ അടിസ്ഥാനം കയറിക്കിടക്കാൻ നിവർത്തിയില്ല. കയറിക്കിടക്കാൻ ഒരു കൂര വെച്ച് അതിനകത്ത് മറ്റോ വന്ന് ബലാത്സംഗം ചെയ്യും. ഇനി ഇത്തിരി കൊള്ളാന്നുള്ള പെണ്ണിനെ കെട്ടിക്കഴിഞ്ഞാൽ മറ്റവനെ കൊണ്ടൊന്ന് കാഴ്ച വയ്ക്കണം. അവൻ കാഴ്ച വെച്ചിട്ടേ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വല്ലതും അറിയോ ഭായി? ഈ റിവ്യൂ ചെയ്യണമെന്ന് അറിയോ? പുഷ്പ തുറന്ന് കാണിക്കുന്നുണ്ട് ഇതൊക്കെ. നൈസായിട്ടെന്നുള്ളേ ഉള്ളൂ, ഒന്നും ഓപ്പണൈസ് ചെയ്യണില്ല. അതുകൊണ്ടാണ് പുഷ്പയുടെ ഓർമ്മയിൽ സഹോദരി ബന്ധമൊക്കെ നല്ല അന്തസ്സായിട്ട് കാണിക്കുന്നത്. മനുഷ്യ ആ ഫീലിങ്സ് എനിക്ക് അനുഭവം കുറവാണ് കേട്ടോ. കുറച്ചിട്ട് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ വായിച്ചും എൻ്റെ രാജ്യത്തിൻ്റെ യാത്രകളും എൻ്റെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയും കണ്ടിട്ട് വളരെ വീട്ടിലിരുന്നൊക്കെ ഞാൻ വിഷണ്ണനായിരിക്കുന്ന മനുഷ്യനാണ്. നമ്മുടെ നാട് അങ്ങനെയൊക്കെ ആവാൻ പാടുണ്ടോ? ഇത്രയും വിദ്യാഭ്യാസം നേടിയില്ലേ? ഇപ്പോഴും നമ്മൾ അടിയാൻ കൂടിയ അവസ്ഥയാണ് ഭായ്. അത് തുറന്ന് കാണിക്കുന്നുണ്ട് ആ സിനിമ. അത് ലോകം കാണിക്കാൻ ഒരു നമ്മുടെ ഡയറക്ടർക്ക് പറ്റിയെങ്കിൽ, സുകുമാറിന് പറ്റിയെങ്കിൽ അതിൽ കൂടി പൈസ വരുമെങ്കിൽ എന്താണ് തെറ്റ്? നിങ്ങളെന്ന് പറഞ്ഞേ. അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. വേദന, മനസ്സിനുണ്ടാവുന്ന വേദന പണം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഈ സിനിമ തെളിയിക്കുകയാണ്. അവിടെ നിന്ന് അവൻ CM എടുക്കണം. നിങ്ങൾ നോക്കിയോ, അടുത്തയിൽ അവൻ ഇന്ത്യൻ പ്രധാനമന്ത്രി എടുക്കും. ക്ലിയർ അല്ലേ? ആന്ധ്രയിലെ CM എടുത്തു 1000 കോടി രൂപയ്ക്ക്. ഇപ്പോൾ ബിസിനസ് എങ്ങനെ പോകണമെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഞാൻ ഒന്നും പറയണില്ല. മനുഷ്യ ബിസിനസ് അന്ന് അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയാണ്. എല്ലാം ബിസിനസ്സാണ്. അപ്പോൾ മനസ്സിന് വ്രണപ്പെട്ടവൻ 1000 കോടി ഇറക്കി CM എടുത്തുവെങ്കിൽ അടുത്തവൻ മറ്റതെടുക്കും. പുഷ്പ അത് കാണിക്കുന്നുണ്ട്. ഇതൊരു സിനിമയാണ്. സുകുമാറേ, സല്യൂട്ട് ബായ്. നിങ്ങളെ തുറന്ന് കാണിച്ചതിന്, മലയാളിക്ക് മനസ്സിലാവാത്തതിന്. മലയാളിക്ക് മനസ്സിലായില്ലെങ്കിൽ ഹിന്ദിക്കാരന് മനസ്സിലായി, തെലുങ്കിന് മനസ്സിലായി, കന്നഡക്കാരന് മനസ്സിലായി, എന്തിന് തമിഴന് കൂടെ ഒത്തിരി മനസ്സിലായി. സാല്യൂട്ട് എൻ്റെ പ്രേക്ഷകരെ. നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ മലയാളത്തിലെ ചെറ്റകളെ ചാവടാമേ എന്ന് തന്നെ ഞാൻ പറയും. കാരണം തുറന്ന് കാണിക്കുകയാണ്. ഒരു സാധാരണക്കാരൻ വളർന്ന് ടോപ്പിലെത്തിയാൽ അവൻ അടിച്ചൊതുക്കാൻ പല മുന്തിയ താരങ്ങളുണ്ട്. പല രീതിയിൽ അവൻ പോലീസുകാരനായിട്ടും അവൻ ടോപ്പിലെ രാഷ്ട്രീയക്കാരനായിട്ട് നാട്ടിലെ ജമ്മിയായിട്ട് ഇന്നുമുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതിനെയാണ് ഇറ്റ്സ് എ വാർ പുഷ്പ ഫൈറ്റ് ചെയ്യണം. ഇങ്ങനൊരു കഥാപാത്രമൊക്കെ ഈ അല്ലു അർജുൻ എടുക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല കേട്ടോ. കാരണം പുള്ളിക്കാരൻ ഒരു തരം നൊസ്റ്റാൾജിക കഥാപാത്രത്തിൻ്റെയൊക്കെ ആളാണ്. ഇന്ന് ഇയാൾ എങ്ങനെ വെല്ലുവിളിക്കണമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ പുള്ളി വെല്ലുവിളിച്ചിരിക്കുന്നത് യാഥാർത്ഥ്യത്തെയാണ്. മനസ്സിലായോ? ഒരു സാധാരണക്കാരൻ വളർന്നു വന്നാൽ ഒതുക്കാൻ ശ്രമിക്കുകയും അവൻ അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അടുത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുകയും അവനെ പല വിധത്തിൽ ഒതുക്കുകയും അവ അതിനെ ഫൈറ്റ് ചെയ്തെടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തതാണല്ലോ നമ്മുടെ ലോകം. അതിനെ അങ്ങോട്ട് തുറന്നു കാണിക്കുകയാണ്. 100 കോടി രൂപയ്ക്ക് CM എടുക്കാൻ പറ്റുമെന്ന് നല്ല അന്തസ്സായിട്ട് മറ്റവൻ ചോദിക്കുമ്പോൾ 1000 കോടി കൊടുക്കുകയാണ്. അടുത്ത കളി 5000 കോടി രൂപയുടെ പടത്തിൽ സ്റ്റാർട്ട് ചെയ്ത്. ഇതൊക്കെ കള്ളമാണോ ഭായ്? നിങ്ങൾ പറ. നിങ്ങളെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയില്ലേ? ഞാൻ തുറന്നു ചോദിക്കട്ടെ, ഒരു പഞ്ചായത്തിലെ വാർഡ് ഇലക്ഷന് പോലും 5 പേര് മത്സരിച്ച് അതിലും കൂടെ ശരാശരി ഒരാൾ 10 ലക്ഷം രൂപ വെച്ചിപ്പോൾ 50 ലക്ഷം രൂപ ചിലവാക്കുന്നുണ്ട്. ഒരു വാർഡ് മെമ്പറെ ശമ്പളം എന്ന് പറയുന്നത് 8000 രൂപ 12000 രൂപയ്ക്ക് താഴെയാണ്. 5 വർഷം മൊത്തം അവർ 12000 രൂപ വെച്ച് സാലറി കിട്ടിയാലും അവർക്ക് ഈ ഇറക്കണ പൈസയുടെ പകുതി പോലും ആവില്ല. പിന്നെ എന്തിന് പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ കളി കിടക്കണം? അപ്പോൾ പിന്നെ MLA ഇലക്ഷൻ പറയണോ? MP ഇലക്ഷൻ പറയണോ? മന്ത്രിസ്ഥാനം പറയണോ? അപ്പോൾ പുഷ്പ കളിച്ചാൽ എന്ത് തെറ്റ് ഭായ്? നമ്മുടെ സുകുമാർ ഇങ്ങനെ തിരക്കഥ എഴുതിയാൽ എന്ത് പറ്റി ഭായ്? എന്ത് കുഴപ്പം? മനസ്സിലാവാത്ത മലയാളിക്കല്ലേ ഭ്രാന്ത്? അന്തസ് ഫിലിം ഭായ്. അങ്ങനെ പോവേണ ഈ പടം. ഇതിൻ്റെ ഇടയിൽ
ഫാമിലി അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോഴാണ് എല്ലാവർക്കും കുരു പൊട്ടുന്നത്. എടാ കൂറ മലയാളി, ഞാൻ അങ്ങനെയല്ല പറയും, ഭയങ്കര ഫാമിലി അറ്റാച്ച് പറയണവനാണല്ലോടാ ഈ ഭയങ്കര മലയാളിയെ പോലെ ഫാമിലി അറ്റാച്ച് പറയണ ഒരാളെയും ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. ഞാൻ സഞ്ചരിച്ച ഒരു സംസ്ഥാനത്തിലും കണ്ടിട്ടില്ല. നിനക്ക് എന്തിണ്ടാ സിനിമയെ ഫാമിലി അറ്റാച്ച്മെൻറ്റ് കാണിക്കുമ്പോഴത്തേക്ക് നിനക്ക് വലിയ കുഴപ്പം? പുഷ്പയ്ക്ക് കരഞ്ഞുകൂടി? പുഷ്പ മനുഷ്യനല്ലേ? അവ സാധാരണ സ്ഥലത്ത് നിന്ന് സാധാരണക്കാരനാണ്ടാ. റിവ്യൂ പറഞ്ഞവരടുത്ത് ഞാൻ പറയാണ്, നിങ്ങളെന്തിന് പുഷ്പയെ ഹീറോ ആയിട്ട് കണ്ടത്? പുഷ്പ ഹീറോ ആയത് എവിടെ നിന്നാണ്? തറയിൽ നിന്ന്. ഇറ്റ്സ് എ ഗ്രൗണ്ട് ഫ്ലോർ. ഹി ഈസ് കമ്മിങ് നോട്ട് എ റിച്ച് എഡ്യൂക്കേഷൻ, ഹി ഈസ് നോട്ട് എ കമ്മിങ് റിച്ച് money power, he is not coming the rich personal support, he is not coming otherwise support, he is coming only local life. ലോക്കൽ ലൈഫിൽ നിന്ന് വന്ന ഒരാളിനെ നിങ്ങൾ എങ്ങനെയാണ് ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് രണ്ടാമത്തെ പാർട്ടിൽ നിന്ന് അവൻ കരഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ സങ്കടം തോന്നിയേ? ബോളിട്ട്